ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഗ്ലാം ആൻഡ് ഗ്രാബ് വിത്ത് വർഷ. സോ വീണ്ടും ഞാൻ ഇവിടെ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും ഞാനൊരു മീഷോ അൺബോക്സിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. മീഷോയിൽ നിന്ന് ഞാനൊരു സെറ്റ് ഓഫ് കോംബോ മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അറൌണ്ട് 400 to 500 ബഡ്ജറ്റ് റേഞ്ചിൽ. സോ അതാണ് ഞാനിവിടെ നിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ വട്ടം ഞാനൊരു 200 റേഞ്ചിൽ വാങ്ങിയിട്ട് ഞാൻ അത് റിവ്യൂ ചെയ്തായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യുന്നത്. സോ വീണ്ടും ഞാൻ അതുകൊണ്ട് ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മളത് ഫേസിലല്ല ചെയ്യാൻ പോകുന്നത്, നമ്മൾ കയ്യിലാണ് ചെയ്യാൻ പോകുന്നത്. അഗെയിൻ ഫേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഇത് ഒരു 4 റേറ്റിങ്ങും അറൗണ്ട് ഒരു ഗുഡ് റിവ്യൂസും ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സോ നമുക്ക് അൺബോക്സിങ്ങിലേക്ക്. സോ ഇതാണ് പാക്കേജ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. സോ ഞാൻ വീഡിയോയിൽ തന്നെ അൺബോക്സ് ചെയ്യാം. പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരും. ഇത് കണ്ടില്ലേ, ഇത്രയും സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ഈ വട്ടം കിട്ടിയത്. സോ കഴിഞ്ഞ വട്ടം ആ 200 റേഞ്ചിൽ വാങ്ങിയക്കാട്ടിയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ബെറ്റർ ക്വാളിറ്റിയാണ് ഈ പ്രോഡക്ട്സിനൊക്കെ ഉള്ളത്. സോ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ഫസ്റ്റ് വൺ ഞാനിവിടെ എടുക്കുന്നത് ഇത് കണ്ടില്ലേ, ശരിക്കും നല്ലൊരു പാക്കേജിങ് ഒക്കെ നല്ലൊരു ക്വാളിറ്റി. ഇതൊരു ഐ ഷാഡോ പാലറ്റാണ്. ശരിക്കും നന്നായിട്ടുണ്ട് കണ്ടോ, ശരിക്കും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു പാക്കേജിങ്. വാവ്, ഇതൊരു മിററൊക്കെ ഉണ്ട് കണ്ടില്ലേ, നല്ല കുറേ ഷെയ്ഡ്സും ഉണ്ട്. എനിക്കിത് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, നല്ല കളേഴ്സ്. സോ ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് തന്നെ ആദ്യം ഇത് കണ്ടോ, ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഗുഡ്, അത്യാവശ്യം മോശമില്ലാത്തൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ശരിക്കും നല്ലൊരു, എന്നോട് ചോദിച്ചാൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സോ നല്ലൊരു പ്രോഡക്റ്റാണിത്. ഈ ഒരു ബോക്സ് ആണ് വന്നേക്കുന്നത്. നേക്കഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, ഓബിയസ്ലി ഇത് നേക്കഡിൻ്റെ അല്ല. നൈസ്. നമുക്കിവിടെ കുറേ ബ്രഷസ് ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. സോ അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ബ്രഷസ് ആണ്, കണ്ടില്ലേ, അത്യാവശ്യം ഗുഡ് ക്വാളിറ്റിയാണ്. ഇതിന് എല്ലാത്തിൻ്റെയും ബ്രഷസ് ഉണ്ട് ഇതിനകത്ത്. ആൻഡ് ഐ വിൽ ഗിവ് 6 out of 10 ഫോർ ദിസ് പ്രോഡക്റ്റ്. സോ അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതൊരു ഫൗണ്ടേഷൻ ആണ്, NC25 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ആണ്. സോ നമുക്ക് നോക്കാം. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് എ പമ്പ്. നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത്. നല്ലൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. കവറിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓക്കെ ആണിത്. സോ ഇതിന് ഞാൻ ഔട്ട് ഓഫ് 10 ജസ്റ്റ് ഒരു 2 റേറ്റിംഗേ കൊടുക്കുള്ളൂ. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്ര നല്ല അത്യാവശ്യം കൊള്ളാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് മേക്കപ്പ് ഫിക്സർ. തല തിരിച്ചാണ് വെച്ചിരുന്നത്, പക്ഷേ ഇതിൻ്റെ കുഴപ്പമില്ല. അതിൻ്റെ സ്മെല്ലൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഇരിക്കും. സോ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നമുക്കിവിടെ ആണ്. ഓക്കെ, പ്രൈമർ ഇങ്ങനെ ഒരു ബോട്ടിലാണ് വന്നിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇവരുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെയാണ്. ഫേസ് മേക്ക് എന്ന് വെച്ചാൽ നമ്മളെ ബോട്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ക്യാപ്പ് പൊട്ടിപ്പോയി. ഈ ഒരു ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ അവർ തരാൻ. സ്പ്രേ ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ. ഓക്കെ, അത്യാവശ്യം എനിക്ക് തോന്നുന്നത് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഫേസിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം നമുക്കറിയില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് അവർ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതൊന്നും. ഇത് എത്രമാത്രം സേഫാണ് നമ്മുടെ സ്കിന്നിനെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിത് ഫേസിൽ യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. ഒരു ഓക്കെ പ്രോഡക്റ്റാണ്. സോ ഇതിൽ ഞാനൊരു 4 out of 10. കോംബോ ആണ്, സെറ്റ് ഓഫ് 3. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഐലൈനറാണ്. അപ്ലൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്കിത് സ്മഡ്ജ് ആവുമെന്ന് നോക്കാം. സോ അടുത്ത വന്നിട്ട്
ഇതിൻ്റെ മസ്കാരയാണുള്ളത്. സോ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് മസ്കാര. ഓക്കെ, അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ്, പിഗ്മെൻറ്റഡ് ആണ്, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ ഗുഡ്. സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല, വാട്ടർ പ്രൂഫും അല്ല, സ്മഡ്ജ് ആവുന്നുണ്ട്. സോ പിന്നെ നമുക്കിവിടെ വന്നേക്കുന്ന ഒരു ബ്ലാക്ക് പെൻസിലാണ്. ഇത് ശരിക്കും എനിക്കറിയില്ല, ഇത് ഞാൻ പ്രൈമർ ഇട്ടുകൊണ്ടായിരിക്കും ഇത് കറക്റ്റായിട്ട് വരാത്തത്. സോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ഐബ്രോ പെൻസിലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. സോ ഓക്കെ ആണ്. കണ്ടില്ലേ, സ്മഡ്ജ് ആവുന്നുണ്ട്. സോ ഓക്കെ പ്രോഡക്റ്റ് ആണ്. അടുത്ത് നമുക്കിവിടെ വന്നിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ടുള്ളത് കാണാമല്ലോ അല്ലേ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാം. ആദ്യം ഇവിടെ ഒരു പേർപ്പിളിഷ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. സോ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. എനിക്ക് എൻ്റെ ദൈവമേ, ഭയങ്കര ഒരു കെമിക്കൽ സ്മെല്ല്. നമ്മുടെ ഈ ഫെവിക്വിക്കിൻ്റെയും ഒരു അഡസീവൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ല്. എന്തൊക്കെ കെമിക്കലാണോ ഇതിനകത്തൊക്കെ യൂസ് ചെയ്തേക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതിപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചുകൂടി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് നമുക്ക് നമ്മുടെ സൂഡിയോയിലും വെസ്റ്റ് സൈഡിലും അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ പേർപ്പലി പോലും നമ്മുടെ മാർസിൻ്റെ NBYയുടെ അതൊക്കെ കുറച്ച് നല്ല ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ലിപ്സ്റ്റിക് അറൗണ്ട് 100-200 റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത നമുക്ക് സ്കിന്നിന് നല്ലതാത്ത സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നതല്ലേ. സോ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഒരു റെഡിഷ്, ഒരു മെറൂണിഷ് ഷെയ്ഡാണ്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ യൂസ് ചെയ്യും. ഇത് ഞാൻ സിന്ദൂരമായിട്ട് യൂസ് ചെയ്യും. സോ സിന്ദൂരമൊക്കെ ഇടാൻ പറ്റിയൊരു കളറാണിത്. അടുത്തത് വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇത് കുഴപ്പമില്ല, എനിക്ക് തോന്നുന്ന ഒരു ഓക്കെ-ഇഷ് പ്രോഡക്റ്റ് ആണ്. അടുത്തതൊരു ഡാർക്ക് റെഡാണ്. ഇതാണ്. അപ്പോൾ ഇത് 4 ലിപ്സ്റ്റിക് ഷെയ്ഡ് നമുക്ക് കിട്ടിയേക്കുന്നത്. അടുത്ത ഇവിടെ നമുക്ക് വന്നിട്ടൊരു ലൂസ് പൗഡറാണ്. ഇത് ചൈന പ്രോഡക്റ്റ് ആണ്. സോ സ്പോഞ്ച്, ജസ്റ്റ് ഒരു സ്പോഞ്ച്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്കിന്നിൽ യൂസ് ചെയ്യുക? എന്ത് റഫാണെന്നറിയോ. ഇതൊക്കെ ജസ്റ്റ് ചുമ്മാ വൈപ്പ് ചെയ്താൽ തന്നെ സ്കിന്നിന് ഡാമേജ് ആവും. സോ ഇതാണ് പൗഡറ്. നമ്മളുടെ പോൺസിൻ്റെ ഒക്കെ പൗഡർ തന്നെ ഒരു സ്മെല്ലാണ്. ഓക്കെ-ഇഷ് പ്രോഡക്റ്റ് ആണ്. വീണ്ടും ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര ടഫാണ് ഓപ്പൺ ചെയ്യാൻ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ചെറിയ സ്പോഞ്ചിൻ്റെ സാധനം അവർ തന്നേക്കുന്നത്. അഗൈൻ ഇതും ഒട്ടും നല്ല പ്രോഡക്റ്റ് അല്ല. സോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമുക്കൊരു കാജൽ വന്നിട്ടുണ്ട്. സോ ഒരു കാജൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതും അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. സ്മഡ്ജ് ആവുന്നുണ്ട്, ബട്ട് ഓക്കെ. ഈ ഒരു പ്രൈസിന് ഇതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഐലാഷും കൂടെ വന്നിട്ടുണ്ട്, ഒരു ഫേക്ക് ഐലാഷ്. സോ ഇത്രയധികം പ്രോഡക്റ്റ്സ് ആണ് എനിക്കിതിനകത്ത്. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് വന്നിട്ടുള്ളത്. എനിക്കിതിനകത്ത് ആദ്യത്തെ ഒരു നമ്മുടെ ഐ ഷാഡോയും പിന്നെ ആ ബ്രഷും ഒഴിച്ചിട്ട് എനിക്കിതിനകത്ത് വേറെ ഒരു പ്രോഡക്റ്റും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര ക്വാളിറ്റി, ഭയങ്കര ലോ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്സ് ആണ്. ഭയങ്കര കെമിക്കൽ ഫിൽഡ് പ്രോഡക്റ്റ് ആണെന്ന് അതിൻ്റെ സ്മെല്ലനുസരിച്ച് അറിയാൻ പറ്റും. സോ ആരും ഇതൊന്നും അങ്ങനെ വാങ്ങി യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ സ്കിന്ന് നമ്മൾ എപ്പോഴും സേഫായിട്ട് വെക്കുക. കാരണം
ഓബ്വിയസ്ലി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നോക്കുക. ഇതിന് എക്സ്റ്റേണൽ മാത്രമല്ല, ഇൻടേക്കും നല്ലപോലെ ചെയ്യാം, നല്ലപോലെ ഡീടോക്സ് ഡ്രിങ്ക് ഒക്കെ കഴിക്കാൻ, നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങാതിരിക്കുക. നല്ല ക്വാളിറ്റിയുള്ള പ്രൈസ് കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒരുപാട് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ. സോ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് വാങ്ങണമെന്നല്ല, പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ള എല്ലാ ബ്രാൻഡ്സും പ്രോഡക്റ്റ്സ് ഇറക്കുന്നുണ്ട് ഏകദേശമൊക്കെ. സോ അതൊക്കെ വാങ്ങി യൂസ് ചെയ്യുക. സോ സേഫായിട്ടിരിക്കുക. സോ അൺടിൽ ദെൻ, അണെന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം വർഷ.